ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ട്രയാങ്കിൾസ് ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ആണ്. ഇന്ന് എക്സസൈസ് 7.1ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ തുടങ്ങുന്നു. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ക്വാഡ്രിലേറ്ററൽ ABCD AC ഈക്വൽ ടു AD. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ 7.16 ഇതാണ് ഫിഗർ 7.16. AC ഈക്വൽ ടു AD എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് AB ബൈസെക്ട് ആംഗിൾ A. AB എന്ന ലൈൻ ആംഗിൾ എനെ ബൈസെക്ട് ചെയ്യുന്നു. ഷോ ദാറ്റ് ട്രയാങ്കിൾ ABC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ABD. ട്രയാങ്കിൾ ABC ഈ ട്രയാങ്കിൾ ആണ്, അത് കോൺഗ്രുവന്റ് ടു ABD. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക. വാട്ട് ക്യാൻ യു സേ അബൌട്ട് BC ആൻഡ് BD? ഇപ്പോൾ ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെങ്കിൽ BCയും BDയും ഈക്വൽ ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഫിഗർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ള സാധനം ഗിവൺ AC ഈക്വൽ ടു AD അത് നമുക്ക് തന്നിട്ടുണ്ട്. AC ഈക്വൽ ടു AD. AC ഇതാണ്, AD ഇതാണ്. പിന്നെ AB ബൈസെക്ട്സ് ആംഗിൾ A. AB എന്ന ലൈൻ ആംഗിൾ എനെ ബൈസെക്ട് ചെയ്യുന്നു. CABയും BADയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. AC ഈക്വൽ ടു AD. ഓരോ സ്റ്റെപ്പായിട്ട് എഴുതാം. AC ഈക്വൽ ടു AD. അതിന്റെ റീസൺ ഗിവൺ. ഇനി AB ഈക്വൽ ടു AB ആണ്, കാരണം അത് കോമൺ സൈഡ് ആണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ കിട്ടി. ഇനി ആംഗിൾ DAB ഫിഗറിൽ നോക്കുക. DAB അതായത് DAB ഈ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ CAB. CAB ഈ രണ്ട് ആംഗിളും, കാരണം ആംഗിൾ എനെ AB ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റീസൺ AB ബൈസെക്ട് ആംഗിൾ A. ഇതിൽ നമുക്ക് എഴുതാം ട്രയാങ്കിൾ ABC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ABD. ABC കോൺഗ്രുവന്റ് ടു ABD. അപ്പൊ നമ്മളിവിടെ ഉപയോഗിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. AC ഒരു സൈഡ്, അതുപോലെ AB ഒരു സൈഡ്. AC ADക്ക് ഈക്വൽ ആണ്, അതുപോലെ AB കോമൺ സൈഡ് AB ABക്ക് തന്നെ ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡിന്റെയും ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് ഈ ആംഗിൾ A ബൈസെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് സൈഡും അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിളും കിട്ടി. അപ്പോൾ ഇതിന്റെ റീസൺ ബൈ SAS സൈഡ് ആംഗിൾ സൈഡ്, രണ്ട് സൈഡും അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിളും SAS റൂൾ. ഇപ്പൊ നമുക്ക് ട്രയാങ്കിൾ രണ്ടും കോൺഗ്രുവന്റ് ആണെന്ന് കിട്ടി. ആ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പാർട്സ്, കറസ്പോണ്ടിങ് സൈഡ്സോ കറസ്പോണ്ടിങ് ആംഗിൾസോ അതൊക്കെ ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിൽ നമുക്ക് എഴുതാം therefore നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് BC ഈക്വൽ ടു BD ആണ്. അപ്പം BC ഈക്വൽ ടു BD. ഇതാണ് BC, ഇതാണ് BD. BC ഈക്വൽ ടു BD. അതിന്റെ കാരണം കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ നമുക്ക് ചുരുക്കി CPCT എന്നെഴുതാം. കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. ഇപ്പൊ നമ്മളിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ABCD ഈസ് എ ക്വാഡ്രിലേറ്ററൽ ഇൻ വിച്ച് AD ഈക്വൽ ടു BC. പേരിൽ നോക്കുക, AD ഈക്വൽ ടു BC ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ആംഗിൾ DAB ഈക്വൽ ടു CBA. ആംഗിൾ DAB ഈക്വൽ ടു CBA. CBA ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ ABD കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ BAC. ABD ഈ ട്രയാങ്കിളും കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ BAC. BAC ABD ഈ ട്രയാങ്കിളും അതുപോലെ BAC ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. BD ഈക്വൽ ടു AC എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് BD, ഇതാണ് AC. ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ BD ഈക്വൽ ടു AC ആയിക്കോളും. അതുപോലെ ആംഗിൾ ABD നോക്കുക. ആംഗിൾ ABD ഈ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ BAC.
എ സി. ഇതും പ്രൂവ് ചെയ്യണം. ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഫിഗർ വരച്ചു കഴിഞ്ഞു. ഇവിടെ ഡി സി എന്ന ലൈൻ ഞാൻ ഒരു കളർ മാറ്റിയാണ് വരച്ചത്. അതിനൊരു കാരണമുണ്ട്. മനസ്സിലാകാൻ എളുപ്പമാകാൻ വേണ്ടിയാണ് അത് വരച്ചത്. കാരണം ഡി സി എന്ന ലൈൻ നമുക്ക് ചെയ്തു വരുമ്പോൾ അത്യാവശ്യം വരില്ല. കാരണം ട്രയാങ്കിൾ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് കളർ മാറ്റി വരച്ചത്. നമുക്ക് തന്നിട്ടുള്ള കാര്യം ഗിവൺ എ ഡി ഈക്വൽ ടു ബി സി. ഫിഗറിൽ നോക്കുക, ഇതാണ് എ ഡി, ഇതാണ് ബി സി. അത് എഴുതി വെക്കാം. എ ഡി ഈക്വൽ ടു ബി സി. പിന്നെ തന്നിട്ടുള്ളത് ആംഗിൾ ഡി എ ബി. ഫിഗറിൽ നോക്കിക്കൊള്ളുക. ഡി എ ബി ഈക്വൽ ടു ആംഗിൾ സി ബി എ. ആംഗിൾ സി ബി എ. ഡി എ ബി ഈ ആംഗിൾ ആണ്. ഈ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ സി ബി എ. അപ്പൊ നമ്മളിവിടെ പരിഗണിക്കുന്നത് ഈ രണ്ട് ട്രയാങ്കിളിനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കളർ മാറ്റി വരച്ചത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ എ ബി ഡി കോൺഗ്രുവന്റ് ടു ബി എ സി ആണ്. അതുപോലെ ബി ഡി ഈക്വൽ ടു എ സി വേണം, എ ബി ഡി ഈക്വൽ ടു ബി എ സി വേണം. ഇതൊക്കെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ കറസ്പോണ്ടിങ് പാർട്സ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ രണ്ട് ട്രയാങ്കിൾ എങ്ങനെയെങ്കിലും അത് കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുള്ള വഴികൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാര്യം, ഇനി നമ്മൾ ഇത് തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം എ ഡി ഈക്വൽ ടു ബി സി. ഒന്നുകൂടെ എടുത്തെഴുതുന്നു. എ ഡി ഈക്വൽ ടു ബി സി. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ റീസൺ വേറൊന്നും എഴുതണ്ട, ഗിവൺ. ഇനി ആംഗിൾ ഡി എ ബി ഈക്വൽ ടു സി എ ബി. ഇത് നമ്മളിവിടെ എഴുതിയ സാധനം തന്നെ, സി ബി എ. അതായത് ആംഗിൾ ഡി എ ബി ഈക്വൽ ടു ആംഗിൾ സി ബി എ. ഇതിനും റീസൺ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ. ഇനി എ ബി ഈക്വൽ ടു ബി എ. റീസൺ എഴുതുന്നതിന് മുമ്പ് നോക്കുക, നമ്മൾ പരിഗണിക്കുന്നത് ഈ ട്രയാങ്കിളിനെയും ഈ ട്രയാങ്കിളിനെയാണ്. അപ്പോൾ ഈ എ ബി എന്നുള്ളത് എ ബി തന്നെയാണ്. അതും ഒരു തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ബി എ എന്നിവിടെ മാറ്റി എഴുതിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എ ബിയും ബി എയും ഈ രണ്ട് ട്രയാങ്കിൾസിനും കോമൺ ആണ്. അപ്പോൾ നമുക്ക് റീസൺ എന്തെഴുതാം? കോമൺ സൈഡ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി എന്ന് നോക്കുക. ഇവിടെ ഈ ഒരു സൈഡ് എ ഡി ബി സിക്ക് ഈക്വൽ ആണ്. നമ്മൾ ഈ ഡി സി എന്നുള്ള ലൈൻ ഞാൻ നേരത്തെ പറഞ്ഞു, അത് കളർ മാറ്റി വരച്ചതിന് കാരണം നമുക്ക് ഈ ലൈൻ ആവശ്യമില്ല. ഇത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരു ലൈനാണ്. ഈ ലൈൻ ഇല്ലാത്തതാണ് നമുക്കിത് പ്രൂവ് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ ലൈൻ കളർ മാറ്റി വരച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എ ഡി ബി സി ഈക്വൽ ആണ് എ ബി ബി എ, അല്ലെങ്കിൽ എ ബി തന്നെ. ഇത് കോമൺ സൈഡാണ്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി അതിൻ്റെ ഇൻക്ലൂഡ് ആ ഓരോ സൈഡിൻ്റെയും ഈ ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് സൈഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളാണ് ഈ എ എന്ന് പറഞ്ഞ ആംഗിൾ. അതുപോലെ ഇങ്ങനെ പരിഗണിച്ചാൽ ഈ ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് സൈഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളാണ് ബി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഓരോ കറസ്പോണ്ടിങ് സൈഡ്സും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ആ ട്രയാങ്കിൾ SAS പ്രകാരം കോൺഗ്രുവന്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് എടുത്തെഴുതാം. Therefore ട്രയാങ്കിൾ എ ബി ഡി, ഫിഗറിൽ നോക്കുക, എ ബി ഡി കോൺഗ്രുവന്റ് ടു എ ബി ഡി എന്ന് എഴുതി. അപ്പോൾ അതേ ഓർഡറിൽ നമ്മൾ ഇപ്പുറത്ത് എഴുതണം. എ ബി ഡിയുടെ നമ്മൾ കറസ്പോണ്ടിങ് സൈഡ്സ് പറഞ്ഞ ഓർഡറിൽ തന്നെ ഇവിടെ എഴുതുക. എ ബി ഡി കോൺഗ്രുവന്റ് ടു ബി എ സി. ട്രയാങ്കിൾ ബി എ സി, ബി എ സി. കാരണം നമ്മൾ പറഞ്ഞായിരുന്നു, എഴുതി വെച്ചേക്കാം, ബൈ SAS റൂൾ, SAS കോൺഗ്രുവൻസ് റൂൾ. ഇനി നമുക്ക് അതിനകത്ത് രണ്ട് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് എഴുതേണ്ട കാര്യം വേറൊന്നുമില്ല, ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം. ബി ഡി ഈക്വൽ ടു എ സി. ബി ഡി ഈക്വൽ ടു എ സി. ഫിഗറിൽ നോക്കുക ബി ഡി എവിടെയാണെന്ന്. ബി ഡി ഈക്വൽ ടു എ സി. ഈ രണ്ട് ട്രയാങ്കിളിന്റെ കോൺഗ്രുവന്റ് ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആണത്. അപ്പോൾ ഇതിന്റെ റീസൺ എന്തായിരിക്കും? സി പി സി ടി, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. അടുത്തത് ആംഗിൾ എ ബി ഡി. ഇത് ക്വസ്റ്റ്യൻ ആണ്. എ ബി ഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈക്വൽ ടു ബി എ സി, ആംഗിൾ ബി എ സി. ഫിഗറിൽ നോക്കുക, എ ബി ഡി എവിടെയാ? എ ബി ഡി ഈ ആംഗിൾ ഈക്വൽ ടു ബി എ സി, ബി എ
സി ഇങ്ങോട്ടാണ്. അപ്പം ഈ ആംഗിളാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഇങ്ങനെ കോമൺ സൈഡ് ഇതാണ്. ഇവിടുന്ന് ഈ ട്രയാങ്കിൾ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നു, ഈ ട്രയാങ്കിൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഈ സൈഡ് ഈ സാധനം ഇവിടെ വേണ്ട നമുക്ക്. ഫിഗറിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതവിടെ കിടക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് കളർ മാറ്റി വരച്ചത്. ഇതില്ലെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളും എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ? ഇതും കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ആണ്. അപ്പോൾ അതിന് കാരണവും സി പി സി ടി കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ്. അങ്ങനെ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.